ഈ സമയത്ത് നിയമത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും അവനുമായ ഒരു സെറ്റിൽമെന്റിൽ എത്താൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. എങ്ങനെ? ആ ഗുണ്ടകളോട് ആരാ സംസാരിക്കുക? നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്താ ചെയ്യുന്നേ? മതി, കൊള്ളാം, നല്ല ശൗര്യം. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. ചാവുന്നതിന് മുമ്പുള്ള നിന്റെ ഈ പിടപ്പുണ്ടല്ലോ, അത് കാണാൻ നല്ല രസമുണ്ട്. നോക്ക് സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെന്തിനാ ഞങ്ങളെ വഴി തടഞ്ഞ് ഉപദ്രവിക്കുന്നേ? സോറി, ധൃതിയില് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. കുറച്ചു കാലമായി ഞാനിവിടെ ഉണ്ട്. അങ്ങനെ വെറുതെ ആരെയും ഉപദ്രവിക്കുന്നത് എൻ്റെ ശീലമല്ല. ഇവിടെ ഇങ്ങനൊരു കൂടിക്കാഴ്ച വേണ്ടി വന്നത് നിങ്ങളെ ഒന്ന് കാണാനാ, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. ഞാൻ മധു, ചെങ്കൽ മധു. ഇപ്പൊ എന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഇപ്പൊ പിടിയിട്ടില്ലേ? ഗർഭിണിയായ എന്റെ സഹോദരിയെ നിന്റെ ബ്രദർ വണ്ടി ഇടിച്ചു കൊന്നു. അവനെ കാണാൻ എന്റെ ആളുകൾ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ പോലീസ് അവനെ രക്ഷിച്ചു. അച്ഛനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനിയത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കുട്ടിയാ എൻ്റെ അനിയത്തി. അനൂപന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. അനൂപേട്ടൻ മനഃപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ വണ്ടിയിടിച്ച് കൊന്നതല്ല. അതൊരു അബദ്ധം പറ്റിയതാ. അല്ലാതെ അനൂപേണ്ണും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാ. അവനെ എനിക്ക് കിട്ടിയില്ല. പകരം നിന്നെ മതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലില്ലേ, അത് തന്നെ. എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി. നിന്നെ കൊല്ലാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വേറൊന്നും തോന്നരുത്, നിന്നെ ഞാൻ കൊല്ലും. അവളൊന്നും ചെയ്യരുത്. അവള് പ്രഗ്നന്റ് ആണ്. ആണോ? സത്യമാണോ? നീ പ്രഗ്നന്റ് ആണോ? എൻ്റെ ലക്ഷ്മിയും പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നതാ, പക്ഷെ പറ്റിയില്ല. ഞങ്ങൾ ഒരുപാട് വഴിപാടും പ്രാർത്ഥനയും നടത്തി കിട്ടിയ കുഞ്ഞാ. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അനൂപേട്ടന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യം അത്. എന്തു തരും? എന്തായാലും മരിച്ചുപോയ എൻ്റെ സഹോദരിയെ തരാൻ നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ? പറ്റുമെന്ന്. ശരി, എന്തായാലും നീ എന്നോടൊരു ഫേവർ ചോദിച്ചല്ലേ, ഞാൻ നിനക്കൊരു ഓഫർ തരാം. ഒരിക്കൽ മാത്രം തരുന്നൊരു ഓഫർ. മനു, മാറ്. എന്തായാലും ഞങ്ങൾ തമ്മിലൊരു സെറ്റിൽമെന്റ് സംസാരിക്കട്ടെ.
ഗർഭിണിയായ നിന്റെ ഭാര്യയെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കാം. ഇവളെ ഞാനിപ്പോൾ വിടാം. പക്ഷേ പകരം അനൂപിനെ നീ ഇനി കൊണ്ടുവന്ന് തരണം. എന്താ പറ്റുമോ? സച്ചേട്ടാ, നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണ്ട. ഇതാണ് എൻ്റെ തീർപ്പ്. അവൻ ജാമ്യത്തിലിറങ്ങുന്ന അന്ന് അവനെ എനിക്ക് കൊണ്ടുതരണം. എന്താ സമ്മതമാണോ? ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടണം. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് പിന്നീട് ചെയ്യാം. ആലോചിക്കാനൊന്നും സമയമില്ല. ഇപ്പം നീ അതിന് സമ്മതിച്ചാ ഇവളെ ഞാൻ വിടാം. ഇല്ലെങ്കിൽ ഇവളെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ നിന്റെ ഭാര്യയും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നീ അങ്ങ് മറന്നേക്കണം. വേണ്ട, ഞാൻ കൊണ്ടുവരാം. അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. സച്ചേട്ടാ, എന്താ ഈ പറയുന്നേ? അനുപേണ്ണ ഇവർക്ക് കൊലയ്ക്ക് കൊടുക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അർച്ചന, പെങ്ങളെ, ഞങ്ങളൊരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. ന്യായം എൻ്റെ പക്ഷത്താ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിനും ഞാൻ വരില്ല. വയ്ക്കോ, രണ്ടുപേരും ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിലേക്ക് വയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുപേണ്ണ നിങ്ങളൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എൻ്റെ ലക്ഷ്മിയെ പോലെ അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ അവൾക്ക് ഞാനായിരുന്നു അച്ഛൻ. അവളെൻ്റെ മോളായിരുന്നു. അവളെ കൊന്നവനെ ഞാൻ വെറുതെ വിടണോ? നിന്നെ എനിക്ക് വിശ്വാസാ. അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം വരെ നിനക്ക് സമയമുണ്ട്. ഒന്നുകൂടി പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ ആളുകളും കയറിയങ്ങ് വരും നിന്റെ നെല്ലിശ്ശേരി വീട്ടിലേക്ക്. നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഞാനങ്ങ് തീർക്കും. ഇക്കാര്യത്തിൽ ഇനി ഒരു സംസാരമില്ല. പറ്റോ? ആ കുഞ്ഞിനെയും കൊടുക്ക്. പിന്നെ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവനെ നീ രക്ഷിക്കാൻ ശ്രമിച്ച നിന്റെ കുട്ടികൾക്കും അച്ഛനില്ലാതാവും. ചെല്ല്. വാ, കേറ്. ഇത്രയും നല്ലൊരു ഭാര്യയാണല്ലോ ഇവൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. നന്ദന്റെ ജീവിതം രക്ഷിച്ചതിന് എത്ര ജന്മം അവന്തികയോട് നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. ഞങ്ങൾ നിന്നെ കാത്തിരിക്കായിരുന്നു. നീ എന്താ ലേറ്റായത്? ലേറ്റായില്ലല്ലോ, ഞാൻ പറഞ്ഞ സമയത്ത് തന്നെയല്ലേ വന്നത്. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്ദി പറയേണ്ടത് ഡോക്ടറോടല്ല, ഇവളോടാ, അവന്തികയോട്. ഇവളുടെ കയ്യിലാ ഇനി നന്ദന്റെ ജീവിതം. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഭർത്താവിനോടും ഈ കുടുംബത്തോടും ചെയ്യേണ്ട കടമകൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും നീയല്ലാതെ മറ്റൊരു പെണ്ണും ഇങ്ങനെ ചെയ്യില്ല മോളെ. അച്ഛൻ പറയുന്നൊന്നും സന്ദീപ് കാര്യാക്കണ്ട. നന്ദേട്ടന് കിഡ്നി ഫെയിലർ വരാതിരിക്കാൻ പ്ലാസ്മ ചേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഡോണറെ കിട്ടാനില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് നന്ദേട്ടന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ. പ്ലാസ്മ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അതെന്റെ കടമയല്ലേ?
അതിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്തായാലും സന്ദീപ് വന്നല്ലോ, അപ്പൊ നമുക്ക് ഇറങ്ങാം അച്ഛാ. ഞാൻ ആകെ മുഷിഞ്ഞു, മാറിയെടുക്കാൻ ഡ്രസ്സൊന്നുമില്ല. ആ, ഈ ഡ്രിപ്പ് തീരാറാവുമ്പോഴേക്കും നഴ്സിംഗ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അവർ വന്ന് മാറ്റിക്കോളും. ഞാൻ രാവിലെ തന്നെ ഇങ്ങെത്താം. വേണമെന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം മോളെ. ഇറങ്ങാം അച്ഛാ. സന്ദീപേ, ശ്രദ്ധിക്കണേ. ഞങ്ങൾ പോയിട്ട് വരാം. ഇറങ്ങാച്ചാ. സച്ചേൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഗുണ്ടകളുടെ മുമ്പിലേക്ക് അനൂപേണ്ണെ കൊണ്ടു കൊടുക്കാന്ന് പറയാൻ സച്ചേൻ എങ്ങനെ തോന്നി? അനൂപേട്ടൻ മരിച്ചാലും സച്ചേന്റെ ഭാര്യയും കുഞ്ഞിനെയും കിട്ടണം അല്ലേ? അർച്ചന, ഞാനൊന്ന് പറയട്ടെ. ഇനി സച്ചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. സച്ചേന്റെ മനസ്സിലിരിപ്പെല്ലാം എനിക്ക് മനസ്സിലായി. എന്റെ ഏട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, താൻ വിചാരിക്കുന്ന പോലെ അല്ല. അനൂപേട്ടനെ ആ ഗുണ്ടകൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടണം. അനൂപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ആലോചിക്കാം. ആദ്യം തന്നെയും നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനാ ഞാൻ നോക്കിയത്. അനൂപേട്ടന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പിന്നീട് നമുക്ക് തീരുമാനിക്കാൻ സമയമുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അർച്ചന, പ്ലീസ്. സച്ചേട്ടൻ അനൂപേട്ടനെ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ ഒറ്റ വാക്കാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. മരിക്കേണ്ടി വന്നാലും എന്റെ അനൂപേട്ടനെ ആ ഗുണ്ടകൾക്ക് കൈമാറാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പെരുവഴിയിൽ ആ ഗുണ്ടകൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അനൂപേട്ടനെ കൊണ്ടുകൊടുക്കാന്ന് സച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാൻ സച്ചേട്ടൻ എങ്ങനെയാ ധൈര്യം വന്നേ? എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെ അനൂപേട്ടനും. ഞാൻ സച്ചേട്ടനെ കണ്ടത് കല്യാണ സമയത്താ. പക്ഷെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണാൻ തുടങ്ങിയതാ അനൂപേട്ടനെ. ആ കൈ പിടിച്ചാ ഞാൻ വളർന്നത്. അങ്ങനെയുള്ള എന്റെ ഏട്ടനെ ഒരു ഗുണ്ടയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി കൊല്ലാൻ കൊടുക്കണമെന്നാണോ സച്ചേട്ടൻ പറയുന്നേ? താൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അയാളും അയാളുടെ പെങ്ങളും തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് അയാൾ പറയുന്നത് താനും കേട്ടതല്ലേ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അയാള്. ഒരു ഭ്രാന്തൻ ഗുണ്ടയുടെ മുമ്പിൽ നിന്നും തന്നെയും നമ്മുടെ കുഞ്ഞിനെ അവിടുന്ന് രക്ഷിക്കാൻ ആ സമയത്ത് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. സച്ചേട്ടൻ ഇനി ഒന്നും എന്നോട് സംസാരിക്കല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. അർച്ചന, എനിക്ക് എന്റെ ഏട്ടനാ വലുത്. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മോളെ, നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ പോയിട്ട് അനൂപിനെ കണ്ടോ? ആ മരിച്ച പെൺകുട്ടി ആരാ? മോള് വിഷമിക്കണ്ട. അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം.
മോളെ, നിനക്ക് എന്തു പറ്റി? ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആ ആങ്ങളെ കൊലക്കേസിൽ പ്രതിയായതുകൊണ്ടാവും. എന്താടാ അർച്ചന എന്താ ദേഷ്യത്തിൽ പോയത്? ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞതുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? വഴക്കൊന്നും ഉണ്ടായില്ല, പക്ഷേ വേറൊരു ചെറിയ പ്രശ്നമുണ്ടായി. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം, അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. കൊള്ളാം. ഇതുവരെ അർച്ചനയ്ക്ക് സച്ചിക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇത് മതി ഇവരുടെ ബന്ധം തകർക്കാൻ. ഇപ്പോഴാണ് എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. അർച്ചന പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അച്ഛാ, അനൂപ് അവളുടെ ആരാ? അച്ഛാ, അത് നീ എന്താ അത് മനസ്സിലാക്കാതെ സംസാരിച്ചത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അർച്ചനയുടെയും കുഞ്ഞുങ്ങളുടെ ജീവൻ ആ ഗുണ്ടകളുടെ കയ്യിൽ, എന്റെ കഴുത്തിൽ കത്തിയും വെച്ചിരിക്കുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ആദ്യത്തെ കടമ എന്താ? ഭാര്യയുടെ മക്കളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതല്ലേ? ഞാൻ അതേ ചെയ്തോളൂ, അല്ലാതെ അനൂപേട്ടനെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയല്ല. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നേരം എനിക്ക് തോന്നിയ ഒരു കളവ് അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടു. നന്ദേട്ടനോ സന്ദീപോ ആണ് അനുപേട്ടന്റെ സ്ഥാനത്തെങ്കിൽ സച്ചിൻ ഇങ്ങനെയൊക്കെ പറയോ? മനഃപൂർവ്വം അനുപേട്ടനെ ഞാൻ ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഭീരുത്വം, ഭയം. അവനെ പോലൊരു ഗുണ്ട മുന്നേ വന്ന് നിന്നപ്പോ സച്ചേട്ടൻ പേടിച്ചു. അർച്ചന പ്ലീസ്. അവന്റെ പെങ്ങൾ അനൂപേന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാന്ന് അവന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയുമില്ല. അർച്ചന, അച്ഛാ, ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ഗുണ്ടയോട് കള്ളം പറഞ്ഞതിന്റെ ഫലം എന്താണെന്നറിയോ? സച്ചേട്ടൻ പറഞ്ഞത് സത്യ. ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ആ കള്ളമൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ സമയത്ത് മോള് പറയുന്നതാണ് ശരി. അനൂപിനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാവും. ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ലെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല. ആദ്യം എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് അർച്ചനയും മോളെ രക്ഷപ്പെടുത്തണം. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. സച്ചേട്ടൻ പറഞ്ഞപ്പോ കാര്യമൊക്കെ തീർന്നു. പക്ഷെ സംഭവിക്കാൻ പോകുന്ന അതല്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അനൂപേട്ടനെ ഞാൻ രക്ഷിക്കും. പക്ഷെ ആ ഗുണ്ടകളെല്ലാം കൂടി പിന്നെ കയറി വരാൻ പോകുന്നത് ഈ നെല്ലിശ്ശേരിയിലേക്കായിരിക്കും. അച്ഛാ, സച്ചേന്റെ ഒരു വാക്ക് കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഭീഷണിയുടെ മുമ്പിലേക്കാ നമ്മൾ ചെന്ന് നിൽക്കുന്നത്. നാളെ അവൻ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എനിക്ക് സഹോദരനെ വേണോ അതോ ഭർത്താവിനെ വേണോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയണം? ഇതിനുള്ള ഉത്തരം എന്താന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സച്ചേന് മാത്രമോ?
അച്ഛൻ വിഷമിക്കണ്ട. അർച്ചന ഇതെല്ലാം ഇപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞതാ. അവൻ്റെ കയ്യിൽ നിന്ന് അനുവേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും ഇവർ പറയുന്നത് കേട്ടിട്ട് അവനൊരു സാധാരണ ഗുണ്ടയാണെന്ന് തോന്നുന്നില്ല. അവനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ചെങ്കൽ മധു, അവനാൾ കൊള്ളാലോ.